അപ്പോൾ അതിന് NHRCന്റെ എല്ലാവിധ നന്ദിയും സ്നേഹവും കടപ്പാടും അറിയിച്ചുകൊണ്ട് ഈ പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഏറ്റവും പ്രിയങ്കരമായ സുഹൃത്ത് അഡ്വക്കേറ്റ് വിജയരാഘവൻ, മറ്റു NHRCFന്റെ എല്ലാമായ ഭാരവാഹികൾ, സ്നേഹം നിറഞ്ഞ ഇതിൻ്റെ കമ്മിറ്റഡായിട്ടുള്ള മറ്റു പ്രിയ സുഹൃത്തുക്കളെ, ഒരിക്കൽ കൂടി നമസ്കാരം. NHRCF പ്രവർത്തനത്തെ കുറിച്ച് കഴിഞ്ഞ 2 വർഷമായിട്ടാണ് ഞാൻ ശ്രദ്ധിച്ചു തുടങ്ങിയത്. പ്രത്യേകിച്ച് അതിന് കാരണം എൻ്റെ സുഹൃത്തായ വിജയരാഘവൻ വളരെ സജീവമായ നേതൃത്വം നൽകുന്നു എന്ന് മനസ്സിലാക്കണം. ഞാൻ ഉൾപ്പെടെയുള്ള ആളുകൾ ഒരു കാലഘട്ടത്തിൽ ഇത്തരം ഹ്യൂമൻ റൈറ്റ് അല്ലെങ്കിൽ ആന്റി കറപ്ഷൻ പോലെയുള്ള പല കാര്യങ്ങൾക്കും വേണ്ടി ചെറുപ്പകാലത്ത് കാര്യമായി ഇടപെട്ടിട്ടുള്ള ആളുകൾ. പ്രത്യേകിച്ച് ഒറ്റപ്പാലമാണ് അതിൻ്റെ സ്ഥിരാകേന്ദ്രമെന്നതിന് പ്രത്യേക സന്തോഷമുണ്ട്. നേരത്തെയുടെ സ്വാഗത പ്രസംഗത്തിലും അതിന് മുന്നേയും അതിന് ശേഷവും എല്ലാം പറഞ്ഞ കാര്യങ്ങൾ എൻ്റെ മനസ്സിലേക്ക് കൊണ്ടുവരികയാണ്. ഇത്രയും ശാന്ത സുന്ദരമായ ഒരു പ്രദേശത്ത് വളരെ ശാന്തിയോടും സമാധാനത്തോടും കൂടി പ്രവർത്തിക്കുന്ന ഒരു അഖിലേന്ത്യ സംഘടന. ഇനി മറ്റു പല രാജ്യങ്ങളിലും അതിന് ബ്രാഞ്ചുകളും അതിൻ്റെ സർവീസുകളുമാണ്. ഇപ്പോൾ പത്തനംതിട്ടയിൽ വന്ന എൻ്റെ സുഹൃത്ത്, ഞാനിവിടെ പരിചയപ്പെട്ട വക്കീൽ, ഞാൻ പറഞ്ഞു പത്തനംതിട്ടയിൽ സുഹൃത്തുക്കൾ ഞാൻ ഒന്നിച്ച് കൊടുത്ത വക്കീൽ, ഞാൻ ഒന്നിച്ച് കൊടുക്കാൻ ഇതിന് അതിൻ്റെതായ നെറ്റ്വർക്കിംഗ്, പ്രത്യേകിച്ച് ഓണം ആഘോഷവുമായി ബന്ധപ്പെട്ട് ഇത്തരം ഒരു കൂട്ടായ്മ സംഘടിപ്പിക്കുമ്പോൾ അതിൻ്റെ അർത്ഥതലങ്ങൾ വളരെ വലുതാണ്. നമുക്ക് ഓണത്തിനെ കുറിച്ച് സംസാരിക്കുവാൻ, പ്രത്യേകിച്ച് ഇവിടെ ഓണത്തിന്റെ മുൻകാല ചരിത്രം എന്താണെന്നും ഇന്ന് ഓണം എങ്ങനെയാണ് ആഘോഷിക്കുന്നതെന്നും എല്ലാം എല്ലാവർക്കും അറിയാം. ഇപ്പൊ എൻ്റെ സുഹൃത്ത് വിജയരാഘവനോട് സംസാരിച്ചപ്പോൾ കേരളത്തിലെ ഇന്നത്തെ ഡ്രഗ് മാഫിയക്കെതിരെയുള്ള പോരാട്ടത്തിന് ആരംഭം ഇപ്പോഴത്തെ അദ്ദേഹത്തിനോട് വളരെ അടുത്ത സുഹൃത്ത് എൻ്റെയും വിജയരാഘവന്റെയും ഒക്കെ സുഹൃത്താണ്. വർഷങ്ങൾക്ക് മുമ്പ് അദ്ദേഹം ഇങ്ങനൊരു ആശയം കൊടുക്കുകയും അദ്ദേഹത്തിന് അവസരം കിട്ടിയപ്പോൾ കേരളം മുഴുവൻ നടപ്പാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇതിൽ രാഷ്ട്രീയമോ മറ്റു പശ്ചാത്തലമൊന്നുമില്ല, സമൂഹത്തിന്റെ നന്മ മാത്രമാണ്. എല്ലാ 1 കോടിയധികം ജനങ്ങൾ വസിക്കുന്നതിനടുത്ത് അതിൽ ഏകദേശം 65% യുവജനങ്ങളാണ്, സ്ത്രീകളും പുരുഷന്മാരുമായ ചെറുപ്പക്കാർ. അവരെ സംബന്ധിച്ചിടത്തോളം നമ്മളിപ്പോൾ ഈ ലേറ്റസ്റ്റ് ടെക്നോളജികളൊക്കെ പറയുന്നത് പോലെ ജെൻസി, അത് കഴിഞ്ഞിട്ടുള്ള തലമുറ, പിന്നെ അൽഫാന പല തലമുറകളായി വർദ്ധിച്ചിട്ടുള്ളത്. ഈ ജെൻസി വിദ്യാർത്ഥികൾ, ജെൻസി കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ചെറുപ്പക്കാരെ കുറിച്ച് അവർക്ക് സമൂഹത്തിനുള്ള പ്രത്യേക കടപ്പാടും ഇല്ലാത്തൊരു കാലഘട്ടമാണ്. ഇതിന് കാരണം നമ്മുടെ നാടുകളിൽ അന്യം പോകുന്ന സാംസ്കാരിക കൂട്ടായ്മ, അതുപോലെ ഈ കുടുംബങ്ങൾ തമ്മിലുള്ള നെറ്റ്വർക്കിംഗ്, അതുപോലെ ഈ സമൂഹത്തിൽ അല്ലെങ്കിൽ സൊസൈറ്റിയിൽ വേണ്ട ഒരുപാട് ഇടപെടൽ, അതിലൊന്നും അവർക്ക് നേരമില്ല. അവരെ സംബന്ധിച്ചിടത്തോളം മുൻകാലങ്ങളിൽ കുടുംബത്തിൽ എന്തായാലും പശ്ചാത്തലം അതിൽ നിന്ന് മാറി വളരെ സൗകര്യങ്ങളോടുകൂടി കുടുംബാന്തരീക്ഷം വന്നപ്പോൾ അവർക്ക് മറ്റൊന്നിനെ കുറിച്ച് ആലോചിക്കേണ്ട, അവർ ജോലിയും മറ്റു കാര്യങ്ങളുമായി മറ്റു സംസ്ഥാനങ്ങളിലേക്ക് മറ്റു പ്രദേശങ്ങളിലേക്ക് ചേർക്കുമ്പോൾ സർവ്വ സ്വാതന്ത്ര്യത്തോടുകൂടി അവർ ജീവിക്കുമ്പോൾ അവർക്ക് ആലോചിക്കില്ല. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ആമുഖമായി ഇവിടെ പറയുവാനുള്ളത്, ഈ NHRCF എന്ന സംഘടന കറപ്ഷനെതിരെ മാത്രമല്ല, ഡ്രഗിനെതിരെ മാത്രമല്ല, ഒരു സാമൂഹ്യ പശ്ചാത്തലം, ഒരു കൂട്ടിച്ചേരൽ, ഒരു അവസരം, ഒരു വേദി കൂടിയായി മാറും. ഇപ്പൊ എവിടെ
ആണെങ്കിലും ഈ അസോസിയേഷന്റെ പുരോഗതി സാമ്പത്തികമായി മാത്രമല്ല മറ്റു നിലയ്ക്കും സാംസ്കാരികമായി വളരെയധികം മുന്നേറുവാൻ കഴിയും. ഞാനിത് പറയുവാൻ എൻ്റെ വ്യക്തിപരമായ ഒരുപാട് അനുഭവങ്ങളുണ്ട്. ഇപ്പൊ ഈ ജൻസിയെ കുറിച്ച് പറയുമ്പോൾ തന്നെ ഇന്നലെ മിനിഞ്ഞാന്ന് ഞാൻ എൻ്റെ കാറിൽ വരുന്ന സമയത്ത് ഒരു 2 വീലറുകാരൻ അതിശക്തമായി ഓടിച്ച് ഭയങ്കര സ്പീഡിൽ ഓടിച്ചു വരിക, ഹെൽമെറ്റൊക്കെ ധരിച്ചിട്ടുണ്ട്. അതിന്റെ ഡ്രൈവർ വണ്ടി നിർത്തി സൈഡിൽ നിർത്തി. ഇത് ഇയാൾ എങ്ങോട്ടാ പോകുന്നത്? അയാളെ വേറെ എങ്ങോട്ട് പോയില്ല, എന്റെ വണ്ടിയുടെ സെന്ററിൽ വന്നടിച്ച് തലകുത്തി പറഞ്ഞ് വണ്ടിയുടെ മുകളിലേക്ക് റോഡിലേക്ക് പോകും. ബോധം കിട്ടി കിടന്നു. ആളുകൾ ഓടിക്കൂടി ഞങ്ങളെല്ലാം ഇറങ്ങി വെള്ളം കൊടുത്ത് ആളെ എഴുന്നേപ്പിച്ചപ്പോ ആൾക്ക് യാതൊരു പ്രശ്നവുമല്ല. അയാളുടെ പ്രശ്നം അയാൾക്ക് 2 വീലറിന്റെ ചാവി തന്നെയുന്നു, സീറ്റ് തുറക്കുന്നു. ഇവിടെ എക്സൈസ് ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ള ആളുകളോട് പറയുകയാണ്, ഈ തൊട്ടപ്പുറത്ത് ലക്കിടിയിലുണ്ടായ സംഭവമാണ്. സീറ്റ് തുറക്കുന്നു, ഒരു പൊതി എടുക്കുന്നു, ഓടുന്നു. ഒരു 50 മീറ്റർ അപ്പുറത്ത് ഒരു സ്ത്രീ നിൽക്കുന്നു. ആ സ്ത്രീയിലേക്ക് പൊതി കൈമാറുന്നു. ആ സ്ത്രീ മറ്റൊരു വണ്ടിയിൽ കയറി പോകുന്നു. ആളുകൾ ഓടിക്കൂടി ഇവരെ പിടിച്ചു കൊണ്ടുവന്നപ്പോൾ ഈ സമൂഹത്തിലെ ചെറുപ്പക്കാരുടെ അവസ്ഥ അന്വേഷിച്ചു വന്നപ്പോ പാലക്കാടിലെ തന്നെ മറ്റൊരു വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ പഠിക്കുന്ന കേവലം ഡിഗ്രി സ്റ്റുഡന്റാണ്. അവസാനം പോലീസുകാരും എക്സൈസുകാരും അവരെ